ലവ് ഏത് പ്രായത്തിലുണ്ടല്ലോ, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണല്ലോ. യങ്സ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അത്. എല്ലാവരും ലൈഫിൽ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്, വന്ന് കാണണം. കോമഡി ഉണ്ട്, പിന്നെ അതേപോലെ നമുക്ക് വിഷമാവുന്ന കുറേ പാർട്സും ഉണ്ട്, പിന്നെ നല്ല സോങ്സ് ഉണ്ട്. ഓവറോൾ നല്ലൊരു മൂവിയാണ്. എല്ലാവരുടെയും പെർഫോമൻസും നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു. മെയിൻ റോൾ ഇത് ലീഡ് റോൾ രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കണ്ടിരിക്കേണ്ട മൂവിയാണ്. പ്രായമായിട്ടുള്ളവരുടെ ലവ് സ്റ്റോറി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര സങ്കടം വരും. സൂപ്പർ മൂവി, സൂപ്പർ മൂവി. ചെറുപ്പക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഒന്ന് കാണേണ്ട ഒരു സിനിമ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരുപാട് ഒത്തിരി പേരുണ്ടല്ലോ, നമുക്ക് തന്നെ അറിയാവുന്ന ചുറ്റും അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ മക്കളാണ് ഇത് ആദ്യം വന്ന് കാണേണ്ടത്. എന്നിട്ട് അവരൊന്ന് ഇരുന്ന് ചിന്തിക്കണം ശരിക്കും. ഫുൾ ഓഫ് കോമഡി, തിയേറ്റർ മൊത്തം ചിരിക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ണ് നനയിപ്പിച്ചു. ഒരുപാട് വിഷമം. Everyone, all the actors have done so well. Even small roles, very important, including the dog. ലവ് ഈസ് ബ്ലൈൻഡ് എങ്ങനെയാണ് ഞാൻ ഒറ്റവാക്കി പറയാം. പിന്നെ ഈ പടം പറയുകയാണെങ്കിൽ എന്താ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷനിലെ മക്കൾ കാണിക്കുന്നതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. കാരണം ഓഫനേജ് കൊണ്ട് ആക്കുന്നൊക്കെയാണ് ഇതിൻ്റെ തീം. എന്തുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്, വൃത്തിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ട് ക്യൂട്ടായിട്ട് ഇതുപോലെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ആ ചലഞ്ചസ് എല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ട്. കാണേണ്ട സിനിമയാണെന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ധൈര്യമായി ടിക്കറ്റ് എടുക്കുക. എല്ലായിടത്തും പറയുന്ന സിനിമ ഒന്ന് കാണാൻ എല്ലാവരും സിനിമ ഒന്ന് കാണണം, ഒന്ന് കണ്ടിരിക്കുക. നല്ലൊരു ക്യാരക്ടർ എനിക്ക് അഭിജിത്ത് തന്നു. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വീട് പോലെ കുടുംബം പോലെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നല്ല സപ്പോർട്ടായിരുന്നു മൊത്തത്തിൽ എല്ലാവരും. ഞാൻ കണ്ടപ്പോഴല്ലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഫീൽ ചെയ്തു.